നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാന്തരയുടെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ പടം ഇന്നങ്ങോട്ട് കണ്ടേ ഉള്ളൂ. പടം ഇറങ്ങിയിട്ട് 12 ദിവസമായി. ഇന്നാണ് ഞാൻ കണ്ടത്. എനിക്ക് ആദ്യത്തെ ദിവസം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണമെന്നുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തിരക്ക് കാരണം കാണാൻ പറ്റിയില്ല. ഇന്നാണ് കണ്ടത്. അത് കണ്ടുറങ്ങി തന്നെ വീട്ടിലോട്ട് വന്ന് പറഞ്ഞാൽ റിവ്യൂ ഇടാൻ തുടങ്ങി. പക്ഷേ റിവ്യൂ പറയുമ്പോൾ എനിക്ക് ആദ്യം കുറച്ച് കാര്യം പറയണം. ഈ കാന്തരയുടെ ഷൂട്ട് സമയത്ത് കുറച്ച് പേര് മരിച്ചായിരുന്നു. അത് ഒരാൾ നമുക്കറിയാവുന്നതാണ്, തൃശ്ശൂരുള്ള ചേട്ടനാണ്. ആ ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മാളിപ്പുറത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മിമിക്രിക്കാരനാണ്, നല്ലൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്, എല്ലാം കൊണ്ടും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം ഒരു നടനാകണമെന്നാണ്. അദ്ദേഹം ശരിക്കും കഷ്ടപ്പെടുന്നു, നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ ഞാനൊരു നടനാകാൻ നടക്കുന്ന ഒരാളാണ്. അപ്പം ആ ചേട്ടനൊക്കെ ഈ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു കാന്തരയുടെ. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്, അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അദ്ദേഹത്തിനൊന്നും നടനാൻ പറ്റിയില്ല. അതിനു മുമ്പേ ദൈവം വിളിച്ചു. അത് കാന്തര ഷൂട്ട് സമയത്താണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ഇനി 2 വാക്കുകൾ പറയാതെ കാന്തര റിവ്യൂലേക്ക് കടക്കാൻ പറ്റത്തില്ല. അത് എനിക്കറിയാവുന്ന ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്, ആ ചേട്ടന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ കാന്തരയിലെ റിവ്യൂലേക്ക് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കാന്തരയിലെ റിവ്യൂലേക്ക് വരാം. കാന്താരയെക്കുറിച്ച് പറയണേ, കിഡിലം പടം. ആദ്യത്തെ ഒരു കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ ഞാൻ അടുത്ത പടം കയ്യിൽ നിന്ന് പോയായിരുന്നു, പ്രശ്നം വരുമായിരുന്നു, എന്ത് കാണിച്ചു വെക്കുന്നൊക്കെ തോന്നി. ആദ്യത്തെ കുറേ ആരോഗ്യത്തെ പരിപാടി കണ്ടപ്പോൾ പടം പിന്നെ ഒരു ഇൻ്റർവെല്ലിൽ പഞ്ചായപ്പോഴാണ് പടം കയറി കൊളുത്തിയത്. പിന്നെ പടം കയറിപ്പോയി, പടം വേറെ ലെവലായി. പിന്നെ കട്ടക്കട്ടക്കട്ടാന്ന് പോകുമായിരുന്നു. അത് ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പേ ഒരു പരിപാടിയുണ്ട്, ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു കടുവൊക്കെ വരുന്നുണ്ട്. എന്നാ പോളി സീന പറയാം, അതൊക്കെ കിടില സീനാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കയറി കൊളുത്തി വേണം. പിന്നെ കൈ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് BGM ഒക്കെ എടുത്ത് പറയണം, കിഡിലം BGM. ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷൻ കൊള്ളാം. ഋഷഭ് ഷെട്ടിയുടെ നായൻ, പിന്നെ നായ അടിപൊളിയാണ്. ജയറാമേട്ടനുണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന്. ജയറാമേട്ടൻ അടിപൊളി അഭിനയാണ്. ജയറാമേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന രാജാവായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അദ്ദേഹം നല്ല അഭിനയാണ്. എല്ലാവരും നല്ല അഭിനയാണ്. ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷനൊക്കെ പൊളിയാണ്. പിന്നെ ഗ്രാഫിക്സ്, കിഡിലം മ്യൂസിക്, നല്ല BGM, നല്ല കളർ ടൂണും. ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടം തന്നെ. എന്തിനാ നമ്മുടെ ലോക ഭയങ്കര സംഭവമല്ല, നമ്മൾ ഇംഗ്ലീഷ് പടം പോലെ കണ്ടല്ല നമ്മളൊരു പടം. നമ്മുടെ ലോക കണ്ട് ആ ഒരു ക്ഷീണം മാറി വരുമ്പോഴാണ് അടുത്തൊരു ലോകമായിട്ട് ഋഷഭ് ഷെട്ടി വരുന്നത്, കാന്താരയായിട്ട്. അപ്പോൾ ആ ലോകയുടെ കണ്ട് ആ ഒരു ക്ഷീണം മാറി വരുമ്പോൾ അടുത്ത പടം വന്ന് എല്ലാം കിടിലം പടമാണ്. എന്തായാലും പടം കിടിലം പടമാണ്. ആരും കാണാത്തൊരു പോയി കാണാൻ മസ്റ്റ് വാച്ചായിട്ട്. ഞാൻ തിരക്ക് കാരണമാണ് ഇന്ന് പോയി കണ്ടത്, അല്ലെങ്കിൽ നേരത്തെ കണ്ടത് പടം, റിവ്യൂ ഇട്ടു നേരത്തെ. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ അഭിനയത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ആ പടം ആദ്യം കണ്ടവർക്കൊക്കെ അറിയാം. പടം നിലവാരവും കാര്യങ്ങളൊക്കെ ഒരു അമാനുഷിക ശക്തിയുടെ കയറുന്നു, ഒരു ദൈവിക ശക്തി കയറുന്നു. അദ്ദേഹം ഭയങ്കര ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിഡിലും പെർഫോമൻസാണ്. അതായത് ഒരു വൃത്തികേടില്ലാതെ, അതായത് ഒരാൾ ഇടിക്കുമ്പോൾ, ഒരാളെ ഇങ്ങനെ ആരും അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു പഞ്ച് തോന്നുന്നു, ആ പഞ്ചാണ് കറക്റ്റ് ആ ഫീലിംഗ് കിട്ടുക നമുക്ക്. അല്ല ചിലരൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്താൽ നമുക്ക് ആ പഞ്ച് കയറത്തില്ല. ഇത് ഋഷഭ് ഷെട്ടിയുടെ ആ ശരീരവും ആരെയൊക്കെ എടുത്ത് കാണിക്കുന്നു, അത് ആ ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ദൈവീയ ശക്തി കയറുമ്പോൾ ആൾക്കാരായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റും 2 പേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നു, കുടയുന്നുണ്ട്. അതൊക്കെ ഒറിജിൻ മനുഷ്യനെ എടുത്ത് കുടയുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഋഷഭ് ഷെട്ടി എടുത്ത് കുടയുന്നുണ്ട്. അത് കണക്ക് ഋഷഭ് ഷെട്ടി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പഞ്ച് നമുക്ക് തോന്നിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് കയറി പടം വേറെ ലെവലിലായി. ക്ലൈമാക്സ് ഒക്കെ പൊളി ക്ലൈമാക്സാണ്. നല്ല ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, നല്ല കളർ ടൂണും എല്ലാം. BGM ഒക്കെ പൊളി BGM. ചില സീൻസ് ഒക്കെ കണ്ടാൽ നമുക്ക് രോമമായിരിക്കും. കിഡിലം പടമാണ്. അത് കാണാത്തൊരു പോയി കാണുക, മസ്റ്റ് വാച്ചാണ് പടം. അതായത് ഞാൻ താമസിച്ചതിൻ്റെ തിരക്ക് കാരണമാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷെ ഞാൻ കണ്ടിട്ട് റിവ്യൂ കിട്ടും. അപ്പോൾ പടം നമ്മുടെ ലോകയ്ക്ക് ശേഷം അടുത്ത ഒരു കാന്താര വന്ന് അടുത്ത കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വേണം. ഒരു തെലുങ്ക് പടം, ഒരു കന്നഡ പടം വന്ന് നമ്മുടെ മലയാളത്തിൽ 12ാം ദിവസമാണ്. ഇപ്പോഴും തിരക്കോടെ ഓടിക്കൊണ്ടിരിക്കുക, നല്ല കളക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ചങ്ങനാശ്ശേരി ധന്യയെ പോകും ഹൗസ്ഫുള്ളായിരുന്നു 12ാം ദിവസം. അപ്പോൾ ആ പടത്തിന് നിലവാരം ഓർത്തണം. അന്യഭാഷയിലൊരു പടം വന്ന് ഇങ്ങനെ 12 ദിവസം 13 ദിവസം കൊണ്ടൊന്നും ഇത്രയും തിരക്കോടെ ഓടിയിട്ടില്ല, എത്ര ഹിറ്റാണെന്നും. അപ്പോൾ ആ പടത്തിന് നിലവാരം ഓർത്തണം. അത്രയും ഹിറ്റാണ് പടം, അത്രയും തിരക്കോടെ ഓടുന്നത് ഈ 12ാം ദിവസവും. അപ്പോൾ കാണാത്തൊരു കാണുക, കിഡിലം പടമാണ്. എല്ലാവരും പെർഫോമൻസ് ആയിരിക്കും. ജയറാമേട്ടനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ കാര്യം, ജയറാമേട്ടൻ ആദ്യം പോലെ അവസാനം വരെ ഉണ്ട് വില കളഞ്ഞില്ല ഇത്തവണ. സാധാരണ തമിഴ് തെലുങ്കും കന്നഡയിലൊക്കെ പോയി വില കളഞ്ഞാണ്, ഇത്തവണ വില കളഞ്ഞില്ല, വില ഉണ്ടാക്കിയെടുത്ത്. അതായത് നല്ല പെർഫോമൻസ്, കിഡിലം പെർഫോമൻസ് ജയറാമേട്ടൻ. ആദ്യം പോലെ അവസാനം വേണ്ട കിഡിലം പെർഫോമൻസ്. അപ്പോൾ പടം പോയി എല്ലാവരും കാണുക. കാന്താര കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുതിക്കട്ടെ.